പരമശിവന്റെ ഏറ്റവും ശക്തരായ 13 മക്കളെക്കുറിച്ച് അറിയാമോ? സുബ്രഹ്മണ്യൻ, മുരുകൻ എന്നെല്ലാം ഭക്തർ വിളിച്ച് ആരാധിക്കുന്ന ശിവപാർവതി പുത്രനാണ് കാർത്തികേയസ്വാമി. ദേവന്മാരുടെ സൈന്യാധിപനും യുദ്ധത്തിന്റെ ദേവനും കൂടിയാണ് കാർത്തികേയൻ. ഗണപതി കൂടുതൽ പേർ ആരാധിക്കുന്ന ദേവന്മാരിൽ ഒരാളാണ് ഗണപതി ഭഗവാൻ. എല്ലാ വിഘ്നങ്ങളും മാറ്റി ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ദേവനാണ് ഗണപതി. തുടക്കങ്ങളുടെ അധിപൻ എന്ന് അറിയപ്പെടുന്നു. സ്വാമി അയ്യപ്പൻ ശിവന്റെയും വിഷ്ണുവിന്റെയും മോഹിനിപുത്രൻ എന്നറിയപ്പെടുന്നു. മഹിഷി വധത്തിനായി അവതാരമെടുത്തതാണ്. ഭൂമ അഥവാ ചൊവ്വ കഠിന തപസ് അനുഷ്ഠിച്ചിരുന്ന പരമശിവന്റെ വിയർപ്പുതുള്ളികൾ ഭൂമിയിൽ പതിച്ചു. അങ്ങനെ പരമശിവൻ ഭൂമിദേവിയിൽ പിറന്ന മകനാണ്. ഭൂമ അഥവാ ചൊവ്വ. ജലന്ധർ. ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കാനായി പരമശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു. എന്നാൽ അലിവ് തോന്നിയ ഭഗവാൻ ഇന്ദ്രനെ രക്ഷിക്കുകയും തൃക്കണ്ണിൽ നിന്ന് വന്ന ഊർജം സമുദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു. ആ ഊർജം സമുദ്രവുമായി കൂടിച്ചേർന്നപ്പോൾ അതൊരു ആൺകുട്ടിയുടെ രൂപമായി മാറി. ശുകേശൻ. അസുരപുത്രനായിരുന്ന അനാഥ ബാലനായിരുന്നു ശുകേശൻ. പാർവതിദേവിക്ക് ഈ ബാലനോട് അലിവ് തോന്നുകയും ശിവപാർവതിമാർ സ്വന്തം പുത്രനായി സ്വീകരിച്ചു. അദ്ദേഹം രാവണന്റെ മുതുമുത്തച്ഛനായിരുന്നു. അന്ധകൻ. മന്ദരപർവ്വതത്തിൽ വെച്ച് പാർവതിദേവി മഹാദേവന്റെ കണ്ണുകൾ മൂടിയപ്പോൾ തൃക്കണ്ണിലെ ചൂടിൽ നിന്നും ഉണ്ടായ പുത്രനാണ് അന്ധനായ മകൻ വാസ്തോസ്പതി. അന്ധകാസുരനുമായുള്ള യുദ്ധത്തിനിടയിൽ പരമശിവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ വീണു. ഈ തുള്ളികൾ വാസ്തോസ്പതി എന്ന ആൺകുട്ടിക്ക് ജന്മം നൽകി. ഗൃഹനിർമ്മാണത്തിനും മറ്റും നോക്കാറുള്ള വാസ്തുസംരക്ഷകനാണ് വാസ്തോസ്പതി. വേട്ടയ്ക്കൊരു മകൻ. അർജുനന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ കാട്ടാളവേഷത്തിലെത്തിയ പരമശിവനും പാർവതിദേവിക്കും ജനിച്ച മകനാണ് വേട്ടക്കൊരുമകൻ. വിഷ്ണുമായ. പരമശിവനും കൂലിവക എന്ന സ്ത്രീയായി രൂപമെടുത്ത പാർവതിദേവിക്കും ജനിച്ച പുത്രനാണ് വിഷ്ണുമായ. അശോകസുന്ദരി. പാർവതിയുടെ ഏകാന്തത ലഘൂകരിക്കാൻ ഒരു മകളെ ആഗ്രഹിച്ചതിനെ തുടർന്ന് ആഗ്രഹം സഫലമാക്കുന്നതിനായി ജനിച്ച മകളാണ് അശോകസുന്ദരി. മാനസാദേവി. പാമ്പുകടിയേറ്റതിൽ നിന്നുള്ള സംരക്ഷണത്തിനും പ്രത്യുൽപാദനക്ഷമതയ്ക്കും സമൃദ്ധിക്കും വേണ്ടി പ്രധാനമായും ആരാധിക്കുന്നത്. ജ്യോതിദേവി. മുരുകസ്വാമിയുടെ വേലുമായി ബന്ധപ്പെട്ടാണ് ജ്യോതിദേവിയെ ആരാധിക്കുന്നത്. പാർവതിയുടെ പ്രഭാവലയത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന മുരുകന്റെ സഹോദരിയായി അവളെ വിശേഷിപ്പിക്കുന്നു.